വയറിനുള്ളിൽ കുഞ്ഞിൻ്റെ ചലനം കൃത്യമായി അനുഭവപ്പെടുന്നത് കുഞ്ഞ് ഹെൽത്തിയായി വളരുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. രാത്രി കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് കിക്ക് ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. നോർമലായി കുഞ്ഞ് ചലിക്കുന്നത് കുഞ്ഞ് വയറിനുള്ളിൽ സേഫ് ആണ് എന്നതിൻ്റെ ലക്ഷണമാണ്. കുഞ്ഞ് നോർമലായി അനങ്ങുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായി 16 മുതൽ 25 ആഴ്ചയ്ക്ക് ഇടയിലായിട്ടുള്ള ആദ്യ ഘട്ടങ്ങളിലാണ് കുഞ്ഞിൻ്റെ അനക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ ചലനം മൃദുവായിട്ടുള്ളൊരു വിറയൽ പോലെയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ സമയത്ത് അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ ചലനം സ്ട്രോങ് ആയിട്ട് അനുഭവപ്പെടുന്നതല്ല. അതുപോലെ ഈ ഒരു സമയം മുതൽ കുഞ്ഞിൻ്റെ ആക്ടിവിറ്റിയിൽ ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഏകദേശം 26 ആഴ്ച മുതൽ അതിനുശേഷവും കുഞ്ഞ് ഉറങ്ങുന്നതും ഉണരുന്നതും ആയിട്ടുള്ള റൊട്ടീൻ അമ്മയുടേതുമായിട്ട് ഒരുപോലെ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയവും രാവും പകലും കുഞ്ഞിൻ്റെ ചലനം ഒരുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. കുഞ്ഞിൻ്റെ ചലനം നല്ല രീതിയിൽ കിട്ടിത്തുടങ്ങുമ്പോൾ കിക്കുകൾ പോലെയോ പഞ്ച് പോലെയോ കുത്തുന്നത് പോലെയോ റോൾ ചെയ്യുന്നത് പോലെയോ ഹിക്കപ്സ് പോലെയൊക്കെ ആയിരിക്കും അനുഭവപ്പെടുന്നത്. കുഞ്ഞിൻ്റെ അനക്കം സ്ട്രോങ് ആണോ ജെന്റിലാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് പ്രഗ്നൻസിയുടെ സ്റ്റേജ്, കുഞ്ഞിൻ്റെ പൊസിഷൻ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞ് നൈറ്റ് കൂടുതലായിട്ട് കിക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് അമ്മയുടെ ആക്ടിവിറ്റിയാണ്. അമ്മ നടക്കുമ്പോഴും മറ്റ് ജോലികൾ ചെയ്യുമ്പോഴും കുഞ്ഞ് ശാന്തരായിട്ട് ഉറങ്ങുന്നു. അതായത് തൊട്ടിലിൽ കിടന്ന് ആടുന്നത് പോലെയുള്ളൊരു ഫീലിങ്സാണ് കുഞ്ഞിന് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് അമ്മ വിശ്രമിക്കുന്നതിനോ രാത്രി ഉറങ്ങുന്നതിനോ വേണ്ടി കിടക്കുമ്പോൾ അമ്മ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മൂവ്മെൻറ്റ്സ് കിട്ടാതെ വരികയും കുഞ്ഞ് അത് മനസ്സിലാക്കി നല്ല ആക്റ്റീവായി വരികയും ചെയ്യുന്നു. സെക്കൻഡ്, അമ്മയുടെ ബ്ലഡ് ഷുഗർ ലെവലിൽ വരുന്ന ചേഞ്ചാണ്. അമ്മ സാധാരണയായി പകൽ സമയം ഭക്ഷണം കഴിക്കുന്നതിനാൽ ഇത് വൈകുന്നേരങ്ങളിൽ കുഞ്ഞ് ആക്റ്റീവ് ആകാൻ കാരണമാകുന്നു. നെക്സ്റ്റ്, ഹോർമോണിൽ വരുന്ന ചേഞ്ചാണ്. ഉദാഹരണത്തിന് സ്ലീപ്പ് സൈക്കിൾ നിയന്ത്രിക്കുന്നത് മെലറ്റോണിൻ എന്ന ഹോർമോണാണ്. വൈകുന്നേരങ്ങളിലും രാത്രിയിലും ഇത് കൃത്യമായ രീതിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. മെലറ്റോണിൻ കുഞ്ഞിൻ്റെ പ്രവർത്തന നിലയെ സ്വാധീനിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതായത് കുഞ്ഞ് ആക്റ്റീവായി ഇരിക്കാൻ ഇതും ഒരു കാരണമാണെന്നാണ് പറയപ്പെടുന്നത്. അമ്മ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മസിൽ കൺട്രാക്ഷൻസ് കുറയുകയും മൃദുവാകുകയും ചെയ്യുന്നു. ഈ സമയത്ത് കുഞ്ഞ് ചവിട്ടുന്നതും കുഞ്ഞ് മൂവ് ചെയ്യുന്നതും കൂടുകയും വ്യക്തമായി മനസ്സിലാക്കാനും കഴിയുന്നു. രാത്രി കൂടുതലായി കുഞ്ഞ് അനങ്ങുന്നത് കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ചെറിയ ടിപ്സുകൾ പറഞ്ഞു തരാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കിടക്കുന്ന പൊസിഷൻ ചേഞ്ച് ചെയ്യുക. രണ്ടാമത്തേത്, കാലിൻ്റെ ഭാഗത്തും വയറിൻ്റെ ഭാഗത്തും ഒരു പില്ലോ സപ്പോർട്ട് ചെയ്ത് കിടക്കുക. പ്രഗ്നൻസി സമയത്ത് യൂസ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള പില്ലോ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പില്ലോകൾ രാത്രി ഉറങ്ങുന്നത് സുഖകരമാക്കുകയും കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ശരിയായിട്ട് എത്തുകയും കുഞ്ഞിൻ്റെ കിക്കിങ് രാത്രി സമയങ്ങളിൽ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങാനും ഒക്കെ ഈ ഒരു പില്ലോ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുൻപ് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് ചെയ്യുന്നതും ശാന്തമായിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്നതും ജെന്റിലായിട്ട് വയറിൽ ടച്ച് ചെയ്യുന്നതും മസാജ് ചെയ്യുന്നതും കുഞ്ഞ് കൂടുതലായി അനങ്ങുന്നത് കുറയുകയും കുഞ്ഞ് വിശ്രമിക്കുകയും ചെയ്യുന്നതിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ്. എല്ലാ കുഞ്ഞുങ്ങളുടെയും ചലനം ഒരുപോലെ ആകണമെന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചലനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. ചിലർക്കൊക്കെ കുഞ്ഞ് ചവിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞിന് രാത്രി കൂടുതലായിട്ട് അനങ്ങുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒരു കുഞ്ഞിൻ്റെ അനക്കം തുടക്കം മുതൽ എങ്ങനെയായിരിക്കുമെന്നും അതുപോലെ ലാസ്റ്റ് സ്റ്റേജുകളിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്